എതിരെ നിൽക്കുന്നവൻ്റെ മനസ്സൊന്ന് അറിയാൻ ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അദ്ദേഹത്തിന് ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു 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 ടെൻഷൻ ആയിരിക്കണം അത്. എനിക്ക് ഹേർട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ മൊമെന്റോ കൊടുക്കാൻ എന്നെ വിളിച്ചു, ഞാൻ ആ മൊമെന്റോ കൊടുത്തു. പക്ഷെ അദ്ദേഹം ജയരാജ് സാറാണ് ആ സിനിമയുടെ സംവിധായകൻ. ജയരാജ് സാർ സ്റ്റേജിൽ കയറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ജയരാജ് സാറിൻ്റെ കയ്യിൽ നിന്നാണ് അത് മേടിക്കാൻ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നതെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ബാക്കിലേക്ക് നിന്നത്. അല്ലാതെ എനിക്ക് അതിൻ്റെ ഒരു രീതിയിലുള്ള വിഷമം ഉണ്ടായി. ഒരിക്കലുമില്ല. ഞാൻ ഒന്ന് അത് അറിയാലോ, എം ടി സാറിൻ്റെ പിറന്നാൾ ആഘോഷവും ഞങ്ങളുടെ എം ടി സാറിൻ്റെ സിനിമയുടെ ലോഞ്ചും എല്ലാം ആയിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിൻ്റെ എല്ലാ ത്രില്ലിലുമാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിനു മുന്നേ ഒരു ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിലൊരു ക്ലോസ് ഇൻട്രാക്ഷൻ വരെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. ചേട്ടാ, ഒരു കലാകാരന് എല്ലാ സമയത്തും സപ്പോർട്ടേഴ്സിന് ആവശ്യമുണ്ട്. നമ്മൾ ആളുകൾ ഈ കാര്യത്തിലല്ല. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് അഗെയിൻസ്റ്റ് ഒരാൾ സംസാരിച്ചു എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവരെൻ്റെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിനാണ് ഞാനത് നന്ദി പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് നിന്നതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഇത്ര ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ അറിയുന്നുണ്ട് എന്ന് പറയുന്നതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം. അതിനാണ് ഞാൻ നന്ദി പറഞ്ഞത്. അത് ഹ്യൂമനാണ്. നമ്മളൊരു ലൈവ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമേ അവിടെയും സംഭവിച്ചിട്ടുള്ളൂ. അത് അത്രയും 9 സിനിമകളോളം അവിടെയുണ്ട്. ആ 9 സിനിമകളിലെ ആളുകളെ വിളിക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു പിഴവ് പറ്റുന്നതാണ്. നമ്മളെല്ലാവരും ലൈവ് ഇവൻറ്റ്സ് ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുമാണ്. നമുക്കറിയാം ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളതാണ്. ചിലതിന് ശ്രദ്ധ കിട്ടാറുണ്ട്, ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ കിട്ടാറില്ല. അപ്പോൾ ഇന്നലെ അതിനൊരു കൂടുതൽ ശ്രദ്ധ കിട്ടിയെന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഇതോടുകൂടി അവസാനിക്കണം. അത് ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്രവർത്തനം എനിക്ക് അവിടെ ഒരു പ്രവൃത്തി അങ്ങനെ ഫീൽ ചെയ്യുകയോ അതിൽ നിന്നൊരു വിഷമം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ അദ്ദേഹം എന്നെ ഇന്നലെ, കാര്യം ഞാൻ ഇതിനൊരു മറുപടി പറയാൻ ഒരുപാട് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ചാനൽസിനും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന കാര്യം എനിക്കിത് ഫീൽ ചെയ്തത് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇതെനിക്ക് മനസ്സിലാവാൻ ഒരു ദിവസം എടുത്തു. അപ്പം ഞാൻ എൻ്റെ ഫോൺ ഇന്നലെ ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി അത് ഓണാക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ്, മോനെ പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കാണുന്നത്. ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ ഒരു കോൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ഫോൺ എടുത്തത്. അപ്പോൾ എന്നോട് ചോദിച്ചു എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്താണുള്ളത്, ഞാൻ കൊച്ചിയിലാണ്. എൻ്റെ സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ ശബ്ദം കേട്ടാൽ അറിയാം എനിക്ക് പനിയായിരുന്നു. അപ്പോൾ ഞാൻ സാറിനോട് സാർ എനിക്ക് ട്രിവാൻഡ്രം വരാനുള്ളൊരു അവസരം ഇപ്പോൾ ഇല്ല, അപ്പോൾ അദ്ദേഹവും കൊച്ചിയിലേക്ക് എത്താൻ പറ്റില്ല. പക്ഷേ ആ ഫോണിൽ കൂടെ അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ഒരുപാട് വിഷമത്തിലാണുള്ളത്. പല സമയത്തും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അത്രയും സീനിയറായിട്ടുള്ള അത്രയും പ്രായമുള്ള ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല.